ജമൈക്കയിൽ നിന്നൊരു ഗെയിൽ കൊടുങ്കാറ്റ്. ക്രീസിനിടയിലെ 22 യാർഡുകൾക്കിടയിൽ ഓടാൻ മടിച്ച് വന്യതയുടെ ആൾരൂപമായി അടിച്ചു പറത്തുന്ന അജാനബാഹുവായ ക്രിക്കറ്ററെ സഹകളിക്കാർ സ്നേഹപുരസ്സരം യൂണിവേഴ്സൽ ബോസ് എന്ന് വിളിച്ചു. ക്രിക്കറ്റിന്റെ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ജമൈക്കയുടെ മണ്ണിൽ നിന്നും ആകാശം മുട്ടുന്ന സിക്സറുകൾ പായിച്ചുകൊണ്ട് ലോക ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ കുടിയേറിയ വന്യതയുടെ പേരാണ് ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ അഥവാ ക്രിസ് ഗെയിൽ എന്നത്. ദുരിതപൂർണമായ ബാല്യം കടന്നൊരു കൗമാരക്കാരൻ വഴിതെറ്റിയെത്തിയ മേച്ചിൽപ്പുറമായിരുന്നു ക്രിക്കറ്റ് മൈതാനം. വിശപ്പിനെ ശമിപ്പിക്കുന്ന എന്തും ചെയ്യാനുള്ള ത്വര ബാറ്റും ബോളും എന്താൻ അയാളെ നിർബന്ധിതനാക്കി. എന്നാൽ അതാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഗെയിൽ അടിമുടി ക്രിക്കറ്ററായി മാറുകയായിരുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പതിയെ തുടങ്ങി താളം കണ്ടെത്തി വന്യരൂപം പ്രാപിച്ച ഗെയിൽ എന്ന ഭീമാകാരന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞ ബോളർമാർ ഉറക്കത്തിൽ ഞെട്ടിയുണർന്നു. കുട്ടി ക്രിക്കറ്റിന്റെ വരവോടെ വന്യത സംഹാര ക്രിക്കറ്റിന് വഴിമാറിയപ്പോൾ അറഞ്ചം പറഞ്ചം സിക്സറുകൾ നിറയുന്ന മത്സരങ്ങൾ കാണാൻ ഗെയിൽ കളിക്കണമെന്ന സ്ഥിതി സംജാതമായി. പ്രശാന്ത് പരമേശ്വരൻ എന്ന പാവം മലയാളി ബോളറെ 36 റൺ തൂക്കി ഗെയിൽ ചിരിച്ച ചിരി ടസ്കേഴ്സ് കേരള എന്ന ടീമിനെയും IPL-നെയും സ്നേഹിച്ച മലയാളി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. 2013 IPL സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി നേടിയ 66 പന്തിലെ 175 റൺസ് ക്രിക്കറ്റ് പ്രേമികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഇന്നിംഗ്സ് ആയിരുന്നു. മത്സരശേഷം പൂനെ വാരിയേഴ്സിന്റെ കോച്ച് അലൻ ഡൊണാൾഡ് ക്രിസ് ഗെയിലിനോട് ചോദിച്ച ചോദ്യം, ബോസേ ഞങ്ങളോട് തന്നെ ഈ ചതി വേണമായിരുന്നു എന്ന ചോദ്യം ക്രിക്കറ്റ് പ്രേമികൾ മറക്കാൻ ഒരിക്കലും കഴിയാത്ത ചോദ്യമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ താരം, ക്രിക്കറ്റ് കളിക്കുന്ന 11 അംഗീകൃത രാജ്യങ്ങൾക്കെതിരെയും സെഞ്ചുറി നേടിയ താരം, ടെസ്റ്റ് മാച്ചിന്റെ ആദ്യ ബോളിൽ തന്നെ 6 അടിച്ച താരം, രാജ്യത്തുള്ളതിനേക്കാൾ രാജ്യാന്തര ആരാധകരുള്ള താരം, ടെസ്റ്റിൽ ട്രിപ്പിളും ഏകദിനത്തിൽ ഡബിളും 2020-ൽ സെഞ്ചുറിയും നേടിയ താരം. അങ്ങനെ റെക്കോർഡ് പുസ്തകത്തിലെ നല്ലൊരു പാതിയിലും ക്രിസ് ഗെയിൽ എന്ന ഗെയിൽ ഫോഴ്സിന്റെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. കളിക്കളത്തിനപ്പുറം ഗായകനും ചില്ലറ കുൽസിതങ്ങളുടെ കർത്താവുമായി പ്രശസ്തിയും കുപ്രശസ്തിയും നേടിയ ഗെയിൽ കൊടുങ്കാറ്റ് 2021 നവംബറിന് ശേഷം പിന്നെ ബാറ്റേന്തി കളത്തിലിറങ്ങിയിട്ടില്ല. ക്രീസിലായിരിക്കുമ്പോൾ ഏതു ബോളറും ഭയക്കുന്ന കൂറ്റനടികളുടെ കൂട്ടുകാരൻ, ജീവിതത്തിൽ വളരെ സന്തോഷവാനും മറ്റുള്ളവരുടെ സന്തോഷം കാംക്ഷിക്കുന്ന നല്ല ഇടയനുമായിരുന്നു. മുഖം നിറയെ ചിരിയോടെ ഗ്യാലറികളെ ത്രസിപ്പിച്ച ഗെയിൽ കൊടുങ്കാറ്റിൽ കടപുഴകിയ സ്വപ്നങ്ങളുള്ളവർ പോലും ആ കളി ആസ്വദിച്ചു എന്നയിടത്താണ് ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ എന്ന അനുപമനായ ക്രിക്കറ്റർ ലോക ക്രിക്കറ്റിൽ സ്വയം അടയാളപ്പെടുത്തുന്നത്.